യുഗാന്തരങ്ങൾക്കു മുമ്പേ പ്രാവുകളും മനുഷ്യരുമായി അഭേദ്യമായ ബന്ധമുണ്ട്. സമാധാനത്തിന്റെ പ്രതീകമായി മനുഷ്യർ വെള്ളരിപ്രാവുകളെ കണക്കാക്കുന്നു. മനുഷ്യരുടെ ആത്മീയ കേന്ദ്രങ്ങളായ ക്ഷേത്രങ്ങളും പള്ളികളും ചർച്ചുകളുമെല്ലാം പണ്ടുമുതലേ പ്രാവുകളുടെ താവളങ്ങളായിരുന്നു. മനുഷ്യരുമായി ഏറ്റവും ഇണക്കമുള്ള വളർത്തുപക്ഷിയാണ് പ്രാവുകൾ. അവയെ വളർത്തുന്നതും ഓമനിക്കുന്നതും അവയുടെ ഭംഗിയുമെല്ലാം നമുക്ക് മാനസികോല്ലാസം നൽകുന്നു. പ്രാവിനെ പരിചരിക്കുമ്പോൾ അവയിൽ നിന്നും തിരികെ ലഭിക്കുന്ന സ്നേഹപ്രകടനം അതിരില്ലാത്തതാണ്. കുലീനമായ പെരുമാറ്റവും സ്നേഹവുമാണ് പ്രാവുകളുടെ ചേഷ്ടകൾ. ആകർഷകമായ കുറുകൽ പ്രാവുകളെ സ്നേഹത്തിന്റെ പ്രതിരൂപമാക്കുന്നു. പ്രാവു വളർത്തൽ വിനോദത്തിലുപരി മികച്ചൊരു ആദായമാർഗം കൂടിയാണെന്ന് തെളിയിക്കുകയാണ് മലപ്പുറം പൂക്കോട്ടൂരിലെ അബ്ദുൾ ജലീൽ എന്ന പ്രാവു കർഷകൻ. ലോകോത്തര പ്രാവു സുന്ദരികളുടെ ലോകമാണ് അബ്ദുൾ ജലീലിന്റെ മട്ടുപ്പാവിലെ പ്രാവിൻ കൂടുകൾ. ഞാൻ ഈ പ്രാവ് വളർത്തുന്ന ഫീൽഡിലേക്ക് വന്നത് ആദ്യം ഒരു കൗതുകമായിട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്. അന്ന് നമ്മളെ ഇവിടെയൊക്കെ കാണുന്ന നാടൻ പ്രാവുകളുമായിട്ടാണ് തുടങ്ങിയത്. ഒരു ജോഡി അന്ന് 15 രൂപക്കാണ് അന്ന് ഞാനൊരു ജോഡി പ്രാവിനെ വാങ്ങുന്നത്. അത് കഴിഞ്ഞ് SLC ഒക്കെ കഴിഞ്ഞ് ഒരു 2-3 വർഷത്തിന് ശേഷം ഞാനത് നിർത്തി. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഒരു 20 വയസ്സ് കഴിഞ്ഞ ശേഷം വീണ്ടും ഞാൻ പ്രാവ് വാങ്ങി. അന്ന് സിറാസ് എന്ന് പറഞ്ഞ നമ്മളെ ഇന്ത്യൻ ബ്രീഡ് സിറാസ് എന്ന് പറഞ്ഞ അന്ന് ജോഡി വാങ്ങി. അത് ഞാൻ 900 രൂപക്കാണ് അന്ന് ഞാൻ എടുക്കുന്നത്. അങ്ങനെ ഞാനത് വളർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതിനെ പോറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അതിന് വില കയറി 2000 രൂപയിലേക്ക് എത്തി. അപ്പോൾ എനിക്ക് ഈ പ്രാവ് ഫീൽഡിനെ കുറിച്ചൊന്ന് പഠിക്കണം ആയി. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തുണ്ട് മഞ്ചേരിയിലുള്ള നാസർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറച്ച് വിവരങ്ങളൊക്കെ കിട്ടി. അങ്ങനെ പിന്നെ കുറേ അങ്ങനെ ഓരോ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്നേഹിതന്മാരെ കണ്ട് അവരുമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച നടത്തി. അപ്പോൾ ഇത് നല്ലൊരു ഫീൽഡാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ജാക്കോബിൻ, ബൊക്കാറ ടംബട്ടർ, ഓൾഡ് ജർമ്മൻ കോപ്പർ, മാക്പി പൗട്ടർ, ഗാഡിറ്റാനോ പൗട്ടർ, നോർവിച്ച് പൗട്ടർ, പോമറേനിയൻ പൗട്ടർ, മാൾട്ടീസ്, ചൈനീസ് ഓൾ, യൂറോപ്യൻ ലാഹോർ, ഫാൻഡെയിൽ തുടങ്ങി 1000 രൂപ മുതൽ 60,000 രൂപ വരെയുള്ള 20ഓളം സ്വദേശിയും വിദേശിയുമായ പ്രാവുകളുടെ ലോകമാണ് അബ്ദുൾ ജലീലിന്റെ CP പിജിയൺ ലോഫ്റ്റ്. ഈ കൊച്ചു വീടിൻ്റെ മുകളിലാണ് എൻ്റെ ലോഫ്റ്റ് ഞാൻ ചെയ്തിട്ടുള്ളത്. വളരെ ഭംഗിയായ രീതിയിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ കഴിവിനനുസരിച്ചെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ആളുകളെ വീടുകളിലും ടെറസ് വെറുതെ കിടക്കുകയാണ്, ഒരു ഉപയോഗം ഇല്ലാതെ ശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ അത്ര ആളുകൾക്കൊക്കെ വീടിൻ്റെ മുകളിലും ഇത് ചെയ്യാം. ഒരു കുടുംബത്തിന് അന്തസ്സായി ജീവിക്കാനും കുടുംബം പോറ്റാനും പ്രാവ് വളർത്തൽ കൊണ്ട് കഴിയും. ഇന്ന് പ്രാവ് വളർത്തൽ ഒരു നല്ല സ്വയം തൊഴിൽ മേഖല കൂടിയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും ഗൾഫിൽ നിന്നും തിരികെ വരുന്ന പ്രവാസികൾക്കുമെല്ലാം ഒരുപോലെ വലിയ രീതിയിൽ വരുമാനം നേടാൻ പ്രാവ് വളർത്തൽ കൊണ്ട് സാധിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഒരു ആശങ്ക എല്ലാവർക്കുമുള്ള ഒന്നാണ്, എങ്ങനെയാണ് ഇത് വിൽപ്പന നടത്തുക, എന്താണ് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്നുള്ളതൊക്കെ. പക്ഷേ സത്യത്തിൽ ഇന്ന് ഈ വിൽപ്പന നടത്തുന്നുള്ള ആശങ്ക എല്ലാവരിൽ നിന്നും മാറിയൊരു സമയമാണ്. സോഷ്യൽ മീഡിയ അത്രയും അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചു. വാട്സപ്പ് ഇന്നിപ്പോൾ എനിക്ക് തന്നെ എൻ്റെ മൊബൈലിൽ തന്നെ 100ൽ പരം വാട്സപ്പ് ഗ്രൂപ്പുകളാണ് പ്രാവുകൾക്ക് മാത്രമായിട്ടുള്ളത്.
അതുപോലെ ഫേസ്ബുക്ക്, യൂട്യൂബ് ഇതിലൂടെ എല്ലാം സെയിൽ നടക്കുന്നുണ്ട്. ഒരു കുഞ്ഞിറങ്ങിയതിന് ശേഷം അത് വിൽക്കാനുള്ളൊരു ടെൻഷൻ ഇപ്പോൾ ആവാറില്ല. എപ്പോഴും ആവശ്യക്കാർക്ക് കൊടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള ടെൻഷനാണ് ഇപ്പോൾ ഇതിലുള്ളത്. ജാക്കോബിൻ, ബൊക്കാറ ടംബട്ടർ, ഓൾഡ് ജർമ്മൻ കോപ്പർ, മാക്പി പൗട്ടർ, ഗാഡിറ്റാനോ പൗട്ടർ, നോർവിച്ച് പൗട്ടർ, പോമറേനിയൻ പൗട്ടർ, മാൾട്ടീസ്, ചൈനീസ് ഓൾ, യൂറോപ്യൻ ലാഹോർ, ഫാൻഡെയിൽ തുടങ്ങി 1000 രൂപ മുതൽ 60,000 രൂപ വരെയുള്ള 20ഓളം സ്വദേശിയും വിദേശിയുമായ പ്രാവുകളുടെ ലോകമാണ് അബ്ദുൽ ജലീലിന്റെ CP പിജിയൺ ലോഫ്റ്റ്. ഇന്നിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വരുമാന മാർഗമായിട്ടാണ് ഇത് വരുന്നത്. പ്രാവുകൾക്ക് ഏറെ പ്രിയം ധാന്യമണികളാണ്. മണിച്ചോളം, ഗോതമ്പ്, ബജ്ര, പയർ, കമ്പപ്പുട്ട്, ഗ്രീൻ പീസ്, മണിക്കടല, മുതിര, റാഗി തുടങ്ങിയ തീറ്റകളെല്ലാം പ്രാവുകൾക്ക് മിക്സ് ചെയ്ത് നൽകാവുന്നതാണ്. തീറ്റയിൽ ആരോഗ്യ സംരക്ഷണത്തിനായി കാൽസ്യവും വൈറ്റമിനുകളും നൽകാം. പ്രാവ് വളർത്തലുമായി ബന്ധപ്പെട്ട് കുറേ നല്ല സ്നേഹിതന്മാരെ എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇന്ന് കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യയിലല്ല, ഇന്ത്യക്കകത്തും പുറത്തും പോയി കഴിഞ്ഞാൽ തന്നെ എനിക്ക് ഈ പ്രാവ് ഫീൽഡിനുമായിട്ട് കുറേ ബന്ധങ്ങളുണ്ട്, കുറേ സ്നേഹിതന്മാരുണ്ട്.